الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ബഹുമാനമുള്ള വിശ്വാസികളെ പ്രപഞ്ച സൃഷ്ടാവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിന്റെ നിഖില മേഖലയിലും യഥാവിധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ഉപകാരമുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചത്. അതിൻ്റെ തുടർച്ചയെന്നോണം 2-3 കാര്യങ്ങൾ കൂടെ വിശ്വാസികളെ ഉണർത്തുക എന്നതാണ് ഇന്നത്തെ ഖുതുബ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളുമായി കൊണ്ടുള്ള ദിവസങ്ങൾ നമ്മിൽ നിന്നും കഴിഞ്ഞു പോകുമ്പോൾ
അള്ളാഹുവിൻ്റെ മോക്ഷവും പരലോക വിജയവും പ്രാപിക്കണമെന്നുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഉത്തമന്മാരായ മലക്കുകളുടെ പ്രാർത്ഥന, അള്ളാഹു ഒരിക്കലും തള്ളിക്കളയാത്ത അവൻ്റെ ആ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുവാനുള്ള ഏതാനും അവസരങ്ങൾ, കാരണങ്ങൾ, അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും ഇൻഷാ അല്ലാഹ് ഈ ആഴ്ചയിലും സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏതാനും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അക്കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് തൻ്റെ സുഹൃത്തിൻ്റെ അഭാവത്തിൽ അയാൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന എന്നുള്ളത്. നമ്മൾ ഹജ്ജിനൊക്കെ പോകുന്ന ആളുകളോട്, അതുപോലെ തന്നെ പരിചയമുള്ള ആളുകളോടൊക്കെ ഫോൺ ചെയ്യുന്ന സന്ദർഭങ്ങളിലും ഹജ്ജിന് പോകുന്നവരോടുമൊക്കെ നമ്മൾ പറയാറുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തണം. അതൊരു വിശ്വാസിയിൽ നിന്നുണ്ടാവേണ്ടുന്ന കാര്യമാണ്. ഊസീകും ബിദ്ദുആ, ദുആ കൊണ്ട് ഞാൻ താങ്കളോട് വസിയത്ത് ചെയ്യുന്നു. നമ്മളോട് ഇങ്ങനെ ഒരാൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ തീർച്ചയായും നമ്മൾ അതിന് അനുകൂലമായ പ്രതികരണം നടത്തണം. ഒരു ഫോണിലൂടെയൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അപ്പോൾ തന്നെ അതിനെ പ്രതികരിക്കണം. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും ഖൈറായ ഹലാലായ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു തരട്ടെ എന്നോ, അല്ലെങ്കിൽ ആ സഹോദരന്റെ മനസ്സിന് ആശ്വാസം നൽകുന്ന തരത്തിൽ അവസ്ഥ നോക്കിയിട്ട് ഉള്ള ആ ഒരു പ്രാർത്ഥന നമ്മുടെ നാവിൽ നിന്നുണ്ടായാൽ അത് വലിയ പ്രതിഫലമാണ്. അത് കേൾക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ്. ഒരിക്കൽ പ്രമുഖ സഹാബിയായ അബൂദർദ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് സഫ്വാൻ ഇബ്നു അബ്ദുള്ള എന്ന് പറയുന്ന ഒരു സഹാബി കടന്നു വന്നു. അദ്ദേഹം വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഷാമിൽ നിന്ന് മദീനയിലേക്ക് വന്നതാണ്. അവൻ അബൂദർദ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉമ്മു ദർദ റളിയല്ലാഹു അൻഹ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവരോട് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി അബൂദർദ പുറത്തു പോയതാണ് എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ അവർ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി കൂടെയാണ്. അപ്പോൾ സ്വാഭാവികമായും ഉമ്മു ദർദ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തോട് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തുന്ന കൂട്ടത്തിൽ ചോദിച്ചു, സഹോദര, താങ്കൾ ഈ വർഷത്തിൽ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നു എന്ന് ഞാൻ കേട്ടല്ലോ, ശരിയാണോ എന്ന് ചോദിച്ചു. അതുരീദു അൽ ഹജ്ജ് അൽ ആം, ഈ വർഷത്തിൽ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഫഖുൽതു നഅം, അദ്ദേഹം പറഞ്ഞു അതെ, പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഉമ്മു ദർദ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തോട് പറയാണ്, എങ്കിൽ ഫദ്ഉല്ലാഹു ലനാ ബിഖൈർ, താങ്കൾ അല്ലാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടെന്നാൽ ഫഇന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂൽ ദഅവത്തുൽ മുസ്ലിം ലിഅഖീഹി ബിളഹ്റിൽ ഗൈബി മുസ്തജാബ, ഒരു സഹോദരന് വേണ്ടി അയാളുടെ അസാന്നിധ്യത്തിൽ ആരെങ്കിലും തന്റെ സഹോദരൻ പ്രാർത്ഥിച്ചാൽ മുസ്തജാബ, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തന്നെയുമല്ല, അങ്ങനെ ആരെങ്കിലും ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, നമ്മളോട് അങ്ങനെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടുന്ന വലിയ ഒരു ഗുണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉമ്മു ദർദ റളിയല്ലാഹു അൻഹ ആ സഹാബിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇൻദ റഅസിഹി മലക്കുൽ മുവക്കൽ, അയാളുടെ തലക്ക് മീതെ ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കുണ്ടാവും. എന്താണ് ഈ മലക്കിന്റെ ഡ്യൂട്ടി? ആ മലക്ക് പറയും, ഈ മനുഷ്യൻ നടത്തുന്ന പ്രാർത്ഥന എന്താണോ
അതിന് മലക്ക് ആമീൻ എന്ന് പറയും. അയാൾക്ക് വേണ്ടി തന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വീകരിക്കാൻ വേണ്ടി ഈ മലക്ക് ആമീൻ പറയും. കഴിഞ്ഞില്ല, തുടർന്നുകൊണ്ട് മലക്ക് പറയുകയാണ്, നിനക്കും അതുപോലെ ഉണ്ടാവട്ടെ. അപ്പോൾ ഒരു നന്മയ്ക്ക് വേണ്ടി തന്റെ സഹോദരന്റെ അഭാവത്തിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന സ്വീകരിക്കാൻ മലക്ക് ആമീൻ പറയും. എന്താണോ പ്രാർത്ഥിച്ചത് അത് താങ്കൾക്കും ലഭിക്കട്ടെ എന്ന് ഈ മലക്ക് ഈ മനുഷ്യന് വേണ്ടി പറയും, പ്രാർത്ഥിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ ഈ സഹാബിയെ ഉണർത്തുകയാണ്. ഇത് കേൾക്കുന്ന ആരും, എന്റെ ശബ്ദം കേട്ട നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കോ, ഇൻഷാ അല്ലാഹ് ഇനി ഒരാളുടെ പ്രാർത്ഥനയും ഞാൻ തള്ളിക്കളയില്ല എന്നുള്ളതുണ്ടാവും. അതിനുവേണ്ടിയാണ് ഇക്കാര്യം പറയുന്നത്. അതുണ്ടാവണം. നമ്മുടെ സഹോദരന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആ അവസരങ്ങൾ നമുക്കും കൂടെ പ്രയോജനപ്രദമാണ്, മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന സാഹചര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരിക്കലൊരു സംഭവം, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വരികയാണ്. ഇസ്തഅദനതു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഉംറയ്ക്ക് പോകാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിനോട് സമ്മതം ചോദിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. ഫഅദിന ലി, ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ ദൂതൻ എനിക്ക് സമ്മതം തന്നു, പോയിക്കോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിച്ചേർത്ത് വഖാല ലാ തൻസാനാ യാ അഖീ മിൻ ദുആഇക്, സഹോദര താങ്കളുടെ പ്രാർത്ഥനയെ ഞങ്ങളെ മറക്കല്ലോ. ആരാ പറയുന്നത് നോക്കണം. അള്ളാഹുവിന്റെ ദൂതനാണ്, അള്ളാഹുവിന്റെ റസൂലാണ് ഈ പറയുന്നത്. ഉമർ റളിയല്ലാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തണം കേട്ടോ, മറക്കല്ലേ, പ്രാർത്ഥനയിൽ മറക്കല്ലേ. ഉമർ റളിയല്ലാഹു പറയാണ്, ഇത്രത്തോളം എന്നെ സന്തുഷ്ടനാക്കിയ ഈ ദുനിയാവിൽ വെച്ച് എനിക്ക് സന്തോഷം നൽകുന്ന മറ്റൊരു വാക്ക് ഉണ്ടായിട്ടില്ല. റസൂലുള്ള എന്നോട് പ്രാർത്ഥിക്കാൻ പറയേ. അപ്പൊ അതിന്റെ മഹത്വമാണ് സഹോദരങ്ങളെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ചരിത്രം ഇങ്ങനെ പരിശോധിക്കുമ്പോ മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് ഒരു സംഭവം നടക്കുകയാണ്. യമനിൽ നിന്നൊരു കച്ചവട സംഘം വന്നു. യമനിൽ നിന്ന് ആര് കച്ചവടക്കാര് മദീനയിലേക്ക് വന്നു കഴിഞ്ഞാലും ഉമർ റളിയല്ലാഹു അൻഹു അവരിൽ ഒരു വ്യക്തി അന്വേഷിക്കും. ഉവൈസുൽ ഖർനി എന്ന പേരുള്ള ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്ന് അന്വേഷിക്കാറുണ്ട്. അങ്ങനെ പല സാഹചര്യങ്ങളിലും അത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഒരിക്കലും ഒരു കച്ചവട സംഘം വന്നപ്പോ അവരുടെ നേതാവിനോട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസുൽ ഖർനി ഉണ്ടോ? അപ്പൊ പറഞ്ഞുണ്ട്, ഒരു കറുത്ത് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലാത്തൊരു മനുഷ്യൻ ആണോ, ഒരു നീളം കുറഞ്ഞ ഒരാളാണോ എങ്കിൽ താങ്കൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അദ്ദേഹം ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇത് കേട്ടത് അമീറുൽ മുഅ്മിനീൻ ആ കച്ചവട സംഘത്തിന്റെ അരികിലേക്ക് ചെല്ലുകയും ഉവൈസുൽ ഖർനിയെ നേരിട്ട് അന്വേഷിച്ച് കാണുകയും സലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് ഒരു കാര്യം പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, യമനിൽ നിന്നും വരുന്ന ഉവൈസുൽ ഖർനിയെ കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യിക്കണം. കാരണം അദ്ദേഹം നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടക്കാരനായിരുന്നു അദ്ദേഹം. പക്ഷേ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് വരെ അദ്ദേഹത്തിന് മദീനയിൽ വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹവസിക്കാനും സാധ്യമാകാത്തതിനാൽ സഹാബി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നില്ല, മറിച്ച് ഒരു താബിഈ പണ്ഡിതനാണ്, സഹാബിമാരുടെ സമകാലികനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചിട്ടുണ്ടെങ്കിലും പ്രവാചകനെ കാണുവാനോ പ്രവാചകനോട് നേരിട്ട് ബൈഅത്ത് ചെയ്യുവാനോ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ സ്വന്തം മാതാവ്, വൃദ്ധയായ മാതാവിനെ പരിചരിക്കുന്നതിന് വേണ്ടി വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടിയിരുന്ന ആ ഒരു കാരണത്താൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കുറിച്ച് നടത്തിയ പ്രസ്താവനയാണ്, ആ മനുഷ്യൻ എന്ത് പ്രാർത്ഥന നടത്തിയാലും അല്ലാഹു അത് കബൂൽ ചെയ്യും. നിങ്ങൾ അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണമെന്ന്. ഇതൊരു മഹത്വമാണ്. കറാമത്ത് പറയുന്ന വിഷയങ്ങളുടെ കൂട്ടത്തിലാണ് ഈ ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിക്കാറുള്ളത്. പക്ഷെ ഇവിടെ ഞാൻ സൂചിപ്പിച്ചത് മറ്റൊരാളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക എന്നുള്ളത് നമുക്ക് വലിയ ഉപകാരമാണ്. ആ വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകും. തന്നെയുമല്ല, ഈ പ്രാർത്ഥിക്കുന്ന ആൾക്ക് വേണ്ടി മലക്കുകളും പ്രാർത്ഥിക്കുമെന്നാണ്. സഹോദരങ്ങളെ, ഈ അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. മറ്റൊരു സന്ദർഭം,
പ്രാർത്ഥനയ്ക്ക് മലക്കുകൾ ഉത്തരം നൽകുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്ന മറ്റൊരു സന്ദർഭം, നമ്മൾ റമദാൻ മാസത്തിൽ അത്താഴത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്താഴത്തിന് എഴുന്നേൽക്കുന്ന വ്യക്തിക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, അസ്സുഹൂറു അക്ലുഹു ബറക. പ്രഭാതത്തിൽ എന്ന് വെച്ചാൽ അത്താഴം കഴിക്കുക എന്നുള്ളത് ബറക്കത്താണ്. ഫലാ തദ്ഉഹു, നിങ്ങളത് ഒഴിവാക്കരുത്. വലൗ അന്ന യുജ്റഅ അഹദുകും ജർഅതൻ മാഇൻ, ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു മുറുക്ക് വെള്ളം കുടിക്കാനാണ് നിങ്ങൾക്ക് കഴിഞ്ഞത് എങ്കിൽ അതെങ്കിലും നിങ്ങൾ ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ ഫഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൽ മുസഹ്ഹലീൻ, അല്ലാഹു അവന്റെ മലക്കുകളും സുഹൂർ അത്താഴം കഴിക്കുന്നവർക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും, അല്ലാഹു കരുണ ചെയ്യും. നഷ്ടപ്പെടുത്തരുത് സഹോദരങ്ങളെ. ചില ആളുകള് അത്താഴം കഴിക്കാൻ എണീക്കുന്നത് മടിച്ചിട്ട് അങ്ങനെ നോമ്പ് നിൽക്കുന്ന, രാത്രി കടന്നപ്പോൾ ഞാൻ വയറ് നിറച്ച് കഴിച്ചാണ്, ഇനിയിപ്പോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാറുണ്ട്. ഇതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു മുറുക്ക് വെള്ളമെങ്കിലും കുടിച്ചുകൊണ്ട് നിങ്ങൾ ആ പുണ്യം നേടണമെന്നാണ്. കാരണം ആ സമയത്ത് എഴുന്നേറ്റ് അതിനുവേണ്ടി മെനക്കെടുന്ന ആ ഭക്ഷണത്തിന് പോലും ബറക്കത്തുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് പഠിപ്പിക്കുമ്പോൾ അത് വലിയൊരു അവസരമാണ്. മറ്റൊരു സന്ദർഭം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കാൻ കാരണമാകുന്ന കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് സാധാരണയായി ചെയ്യാറുള്ളത് സൗകര്യപ്രദമായി ചാരിയിരിക്കാൻ പറ്റുന്ന വിധത്തിൽ ഒന്ന് മാറി ബാക്കിലേക്കൊക്കെ ഇങ്ങനെ മാറി നിൽക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ സൈഡില് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഒന്നാമത്തെ സഫിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ആ സഫിന് വേണ്ടി നറുക്കെടുക്കുമായിരുന്നു നിങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട്. ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ കാണാം, ലാ തഖ്തലിഫു ഫതഖ്തലിഫ ഖുലൂബകും, നിങ്ങൾ സഫിന്റെ വിഷയത്തിൽ നിങ്ങൾ വേർതിരിവ് കാണിക്കരുത്, അതായത് വിടവുണ്ടാക്കരുത്. അങ്ങനെയായി കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ അകന്നു പോകും. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലസ് സുഫൂഫിൽ അവ്വൽ, ഒന്നാമത്തെ സഫിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ലാഹു കരുണ ചെയ്യും, മലക്കുകൾ പ്രാർത്ഥിക്കും. അവസരം നഷ്ടപ്പെടുത്തരുത്. നമ്മള് പുറകോട്ട് പോകുന്ന ഒരു മാനസികാവസ്ഥയാണ് ഇന്ന് പലരിലും കണ്ടുവരാറുള്ളത്. മറിച്ച് മുന്നോട്ട് വരണം. ഏറ്റവും ഒന്നാമത്തെ സഫിന്റെ ശ്രേഷ്ഠത അതറിഞ്ഞുകൊണ്ട് അവിടെ അതിലേക്ക് കയറി നിൽക്കാൻ വേണ്ടി സഹാബത്ത് മത്സരിച്ചിരുന്നു എന്നും അതിന്റെ പേരിൽ അവരുടെ വസ്ത്രങ്ങൾ കീറിയിട്ടുണ്ട് എന്ന് വരെ ഹദീസുകളിൽ കാണാവുന്നതാണ്. കുട്ടികൾ സംസാരിക്കട്ടെ. അപ്പോ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആ ഒരു പുണ്യം നമ്മൾ നേടണം. അതോടൊപ്പം മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. ആ കൂട്ടത്തിൽ തന്നെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സഫുകൾ ചേർന്ന് നിൽക്കുക എന്നുള്ളത് വലിയ ഒരു പുണ്യമുള്ള കാര്യമാണ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ കാണാം, അന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലല്ലദീന യസ്ലൂന അസ്സുഫൂഫ്, അല്ലാഹു കരുണ ചെയ്യും, അവന്റെ മലക്കുകൾ പ്രാർത്ഥിക്കും. ആർക്ക് വേണ്ടി? അല്ലദീന യസ്ലൂന അസ്സുഫൂഫ്, സഫുകൾ ചേർത്ത് നിൽക്കുന്നവരായ ആളുകൾക്ക്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, വമൻ സദ്ദ ഫർജതൻ റഫഅഹു അല്ലാഹു ബിഹാ ദറജ, വിടവുകൾ ചേർത്ത് അടുപ്പിച്ചു നിൽക്കുന്നവന് അല്ലാഹുവിന്റെ അരികിൽ പദവികളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഈ ഒരു അവസരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ സഹോദരങ്ങളെ, അവഗണിച്ചുകൊണ്ട് അലംഭാവത്തോടു കൂടിയാണ് ഞാനും നിങ്ങളും കഴിയാറുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സുഫിന്റെ വിഷയത്തിൽ ഓരോ പ്രാവശ്യവും നമ്മൾ നമസ്കാരത്തിന്റെ ആരംഭത്തിൽ ഇഖാമത്ത് വിളിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു വിഷയം എടുത്തെടുത്ത് പറയാൻ, കാരണം അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ചര്യയാണ്. ഒരിക്കൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, നിങ്ങളുടെ സഫുകൾ ചേർന്ന് നിൽക്കുകയും, കാരണം നമസ്കാരം പൂർത്തിയാവണമെങ്കിൽ, നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം
അതിന്റെ 100% പൂർണ്ണമാവണമെങ്കിൽ സ്വഫുകൾ ചേർന്ന് നിൽക്കണമെന്നാണ്. ഈ വിഷയത്തിൽ നമ്മൾ കാണിക്കുന്നത് എന്താ? കാലുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചോളൂ, ശരീരം വിട്ടുപോകും. എന്നിട്ട് സുജൂദിലേക്ക് പോകുമ്പോ ഒരാൾക്ക് കയറി നിൽക്കാനുള്ള വിടവുണ്ടാവും. അതല്ല വേണ്ടത്. ചുമലുകളും കാലുകളും ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് അതിന്റെ വലിയ ഭംഗി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ധാരാളം വചനങ്ങളുണ്ട്. അള്ളാഹുവിന്റെ മുമ്പിൽ മലക്കുകൾ സ്വഫ് നിൽക്കുന്നത് പോലെ നിങ്ങൾ ഇമാമിന്റെ പുറകിൽ സ്വഫുകൾ ചേർന്ന് നിൽക്കുകയും എന്നൊക്കെ റസൂലുള്ളാഹിന്റെ കൽപ്പനയാണ്. ഇതൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന വിഷയങ്ങളല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ പ്രാർത്ഥിക്കും. എന്തിനാണ് സഹോദരങ്ങളെ ഇതൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? ഈ അവസരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, നമസ്കാരത്തിൽ സ്വത്തുകൾ ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് മനസ്സുകളിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാകും. അതിനിടയിൽ വിടവുണ്ടായാൽ ആ നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ അകലും. ഇന്ന് അധിക ആളുകൾക്കുമുള്ള ഒരു പ്രശ്നത, മറ്റുള്ളവന്റെ സഹോദരന്റെ വിഷയത്തിൽ നമ്മൾ ഇടപെടൂല. എന്തെങ്കിലും ആട്ടെ, എനിക്ക് എന്നെ ബാധിക്കുന്ന വിഷയമല്ലോ എന്ന് പറയും. അതിനൊക്കെ ഒരു കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, നിസ്കാരത്തിൽ ചേർന്ന് നിൽക്കാത്തത്. വിരലുകൾ ചേർത്ത് വെച്ചതുപോലെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇക്കോലം നിൽക്കണമെന്ന. നമ്മൾ നിൽക്കാൻ പറഞ്ഞാൽ പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ചേർന്ന് നിൽക്കുന്ന പറഞ്ഞാൽ നിങ്ങളെ ഇമാമക്കാരെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ആ പണിയെടുത്താൽ മതി പറഞ്ഞ മനുഷ്യന്മാരുണ്ട്. ഇവിടെ കേട്ടോ, അതൊക്കെ അഹങ്കാരമാണ്. പടച്ച തമ്പുരാന്റെ മുന്നിലേക്ക് ചെല്ലേണ്ടി വരും എന്ന് പറഞ്ഞ് എന്നുള്ള ഒരു ബോധമില്ലാത്ത ചില ആളുകൾ എന്തു പറഞ്ഞാലും ആ പറയണവനങ്ങനെ പറയുന്നുണ്ട്, അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ള ഈ കിബറും കൊണ്ട് നടക്കുന്ന ചില മനുഷ്യന്മാര് എവിടേക്കാണ് പോകുന്നത്? നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് വേർപ്പെട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു നമ്മുടെ അഹങ്കാരം. പിന്നെ നമ്മൾ നിസ്സഹായരാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത്തരം സൽക്കർമ്മങ്ങൾ, പുണ്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകന്റെ ചര്യ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടത് ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന യഥാർത്ഥ വിശ്വാസികളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف مبعوث رحمة للعالمين نبينا محمد وآله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. സഹോദരന്മാരെ, സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമുക്കറിയാം, ഇന്ന് വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പുണ്യമാക്കി പഠിപ്പിച്ച ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നിശ്ചയമായും അല്ലാഹുവും അവന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ കരുണ പ്രവാചകന്റെ മേൽ വർഷിക്കുന്നു എന്നതാണ്. എന്നാൽ മലക്കുകൾ അള്ളാഹുവിന്റെ പ്രവാചകന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി സ്വലാത്തും സലാമും ചൊല്ലണം എന്ന് അള്ളാഹു നമ്മോട് കൽപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ കൽപ്പന നമ്മുടെ എത്ര ആളുകളുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരാറുണ്ട്? ഇന്ന് വെള്ളിയാഴ്ചയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ എത്ര ആളുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ധൈര്യത്തോടെ ഞാൻ ചൊല്ലിയിട്ടുണ്ട്, ഒരു 10 സ്വലാത്തെങ്കിലും രാവിലെ ഞാൻ ചൊല്ലിയിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുമെങ്കിൽ അതൊരു ഭാഗ്യമാണ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയാണ്, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ കാണാം, ഖാല أولى الناس بي يوم القيامة أكثرهم علي الصلاة.
നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ഏറ്റവും അടുത്ത് ജീവിക്കുന്ന ആളുകൾ, ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ, അക്സറുഹും അലയ്യ സ്വലാത്ത്, എന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടാൽ നാവ് കൊണ്ട്, ചുണ്ടുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ മടി കാണിക്കല്ലേ? നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ മക്കളുടെ മുന്നിലൊക്കെ വെച്ച് ഒരു അല്പം ശബ്ദം ഉയർത്തിയത് പറയാം. അപ്പോഴാണ് കുട്ടികളും അത് കേൾക്കുക. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അള്ളാന്റെ റസൂലിന്റെ പേര് കേട്ടാൽ എപ്പോ കേട്ടാലും, എത്ര പ്രാവശ്യം കേട്ടാലും സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ചുരുങ്ങിയതാണ്. ഇല്ല എങ്കിൽ നമ്മൾ നമസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്ത്, ഇബ്രാഹിം സ്വലാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഇതാണ് ഇബ്രാഹിം സ്വലാത്ത്. ഈ സ്വലാത്ത് ഒരു ദിവസത്തിൽ എത്രമാത്രം വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ അത്രയും അവൻ അല്ലാഹുവിന്റെ അരികിൽ ദറജയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസിയായിക്കൊണ്ട് സ്വർഗ്ഗത്തിൽ അവന്റെ സ്ഥാനമുണ്ടാവുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശുദ്ധ ഖുർആൻ ആയത്തിലൂടെ പറഞ്ഞു, അല്ലാഹുവിന്റെ മാലാഖമാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തന്നെയുമല്ല, ഇരുട്ടിൽ നിന്ന്, അവന്റെ ജീവിതത്തിലെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് അവനെ കൊണ്ടുവരപ്പെടും. أن الله يخرج المصلي على النبي على نبيه من الظلمات إلى النور. പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളെ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് അല്ലാഹു കൊണ്ടുവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികതുഹു ലിയുഖ്രിജകും മിനൽ ളുലുമാതി ഇലൻ നൂർ വകാന ബിൽ മുഅ്മിനീന റഹീമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചെയ്തുകൊണ്ടേയിരിക്കുമെന്നാണ് പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവരായ ആളുകൾ. സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അത് മുറുകെ പിടിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കലും പറഞ്ഞത്, മൻ സ്വല്ല അലയ്യ സ്വലാത്തുൻ സ്വല്ലല്ലാഹു ബിഹാ അശറ. ആരെങ്കിലും എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് 10 നന്മകൾ, 10 പദവികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. എത്ര ലാഭകരമായ കച്ചവടമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലുള്ളത്. നഷ്ടപ്പെടുത്തരുത് സഹോദരങ്ങളെ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ, ഇതൊക്കെ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ മലക്കുകളുടെ നിരന്തരമായ പ്രാർത്ഥന അവരിൽ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ പുണ്യങ്ങളെല്ലാം നമ്മൾ നേടിയെടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അർഹമുർ-റഹീമായ നാഥൻ അവന്റെ കാരുണ്യവും കൃപയും കൊണ്ട് നമുക്ക് ഏവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് അർഹമുർ-റഹീമായ നാഥൻ നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. പറയുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളുമൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത് മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസിയായിക്കൊണ്ട് ജീവിക്കുന്ന കാലം അത്രയും സത്യവിശ്വാസിയായിക്കൊണ്ട് ജീവിക്കുവാനും മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുവാനുമുള്ള സൗഭാഗ്യം അർഹമുർ-റഹീമായ നാഥൻ നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള സൗഭാഗ്യം കാരുണ്യവാനായ റബ്ബ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിലുള്ള രോഗികളായ ആളുകൾക്ക് രോഗശമനവും ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും അർഹമുർ-റഹീമായ നാഥൻ പ്രദാനം ചെയ്യുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين والحمد لله رب العالمين.